ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ വെളുപ്പാങ്കാലത്ത് എനിക്ക് റെഡി ആയിട്ട് എവിടേക്ക് പോകണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരാണ്. നിയർലി ഒരു 9-10 മന്ത്സ് ആയിട്ടുണ്ട് ഞങ്ങൾ കാണാണ്ടിരുന്നിട്ട്. അപ്പോൾ ഇന്ന് വരാണ്. ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഒരു 4:30ക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 3 മണിക്ക് ഇറങ്ങുന്ന രീതിയിൽ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും വിദ്യയാണ്. എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു സെയിം ഡേ. അത് കഴിഞ്ഞിട്ട് ലീവ് എടുക്കണോണ്ട് ഞാൻ തലേ ദിവസം വരെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവർ അവിടെ നിന്ന് വരും. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാം റെഡിയായിട്ട് ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോഴേക്കും ചേട്ടൻ എത്തി കേട്ടോ. അവിടെ നിന്ന് മാങ്ങ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ആരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വിഷുവിൻ്റെ തലേദിവസമാണ്. ഏപ്രിൽ 15th പുലർച്ചെയാണ് അബി ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ തലേദിവസം വിഷു ആയതുകൊണ്ട് ആരും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3 മണിക്കാകുമ്പോഴേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു നിയർലി ഒരു 1.5 hour ആണ് ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിൽക്കുക. ഇന്ന് നൈറ്റ് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യം ഒരു 4:15 ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ മറ്റേ ഡാഷ്ബോർഡിൽ പോയി നോക്കുകയാണ്. ഫ്ലൈറ്റ് നമ്പർ നോക്കിയിട്ട് അറൈവ് ആയോ, എങ്കിൽ ഇങ്ങനെ ലേറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ഫ്ലൈറ്റ് അറൈവ് എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വിദ്യയ്ക്കും അച്ഛനും അവൾക്ക് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു 3 മണിക്കൊക്കെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവൾ ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും കഴിക്കാനും ഇറങ്ങണില്ല, കുടിക്കാനും ഇറങ്ങാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത്ര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു 9-10 മന്ത്സ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കാണാൻ പോണത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 days ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു മന്ത് ലീവിന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഹസ്ബൻഡ്, അമ്മ, ഇതാണ് അമ്മ, ചേച്ചി, ചേട്ടൻ, കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നാലും ഞാൻ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഇതിൽ കൂടെ കാണാമെന്ന രീതിയിലാണ് ഇവിടെ ലഗേജിൻ്റെ സൈഡിൽ ഞങ്ങൾ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അത് ഞങ്ങൾക്ക് എൻ്റെ മോൻ കാണുമ്പോൾ തന്നെ അറിയാം. ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ എത്തിയൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന തൊട്ടടുത്താണ് ആ ഫ്ലൈറ്റിൻ്റെ ലഗേജൊക്കെ വരുന്നത്. അപ്പോൾ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒന്നും ചിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, ഒന്നും വർത്താനം പറയാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ലഗേജ് എടുത്തിട്ട് വരാം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ലഗേജ് എടുക്കാൻ പോയി. അങ്ങനെ അറ്റ് ലാസ്റ്റ് വന്നു. ഞാനാണെങ്കിൽ വേഗം വാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ കുട്ടിക്കളിക്കൊന്നും നിൽക്കാണ്ട് പതുക്കെയാണ് വരുന്നത്. കാരണം കുറേ പേരുണ്ടായിരുന്നല്ലോ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേഗം പോകാമെന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ വേഗം വരിക എവിടെ. അപ്പോൾ എനിക്ക് പിന്നെ ക്ഷമിക്കാൻ പറ്റാണ്ട് ഞാൻ തന്നെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ഇങ്ങനെ നടന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ഓട്ടമായിരുന്നു ഞങ്ങൾ. ഇങ്ങനെ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടി. എന്നാലും ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ചിരി മാത്രമേ രണ്ടുപേരും മുഖത്തുണ്ടായിരുന്നുള്ളൂ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ അമ്മേനെ കണ്ടു, അവിടുത്തെ അമ്മേനെ കണ്ടു. പിന്നെ കുട്ടികളെല്ലാവരും കെട്ടിയൊക്കെ പിടിച്ച് എല്ലാവരും സൂപ്പർ ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ബാക്കി വിശേഷം ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇനി അടുത്തതിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുവരെയും ടാറ്റാ, ബൈ ബൈ, സീ യു. അഴകിലാ അഴകു